ഇപ്പോൾ ഏകദേശം ബി ജെ പി കോയലീഷൻ്റെ വിജയം ഒരു ഫോർഗോൺ കൺക്ലൂഷൻ പോലെ ആയിരിക്കുന്നു. എക്സെപ്റ്റ് ശരത് പവാർ, ബാക്കിയുള്ളവരൊക്കെ ഒരു ഫാക്ടറല്ല എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നു. ബി ജെ പിയുടെ ഭാഗത്ത് വലിയൊരു മന്ദായിട്ട് അജിത് പവാർ നിൽക്കുന്നു. വാസ്തവത്തിൽ എല്ലാവരും ഞാൻ വിളിച്ചു ചോദിച്ചു, എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അജിത് പവാർ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭേദമായിട്ട് ബി ജെ പി പെർഫോം ചെയ്തതിന്, എന്തിനാ അജിത് പവാറിനെ കൂടെ എടുത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്. കാരണം ഈ ശിവസേന പിളരുമ്പോൾ ഷിൻഡെ 44 മറ്റോ MLA-മാരെ കൊണ്ടാണ് പിളർന്നത്. ഈ പിളർന്നവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് വെച്ചോ സ്പീക്കർ, then you will not have majority. For that നിങ്ങൾ അജിത് പവാറിനെ കൂടെ എടുത്തിട്ട് അവസാനം ഡിസ്ക്വാളിഫിക്കേഷൻ നടന്നില്ല, സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട്, ദാറ്റ് ഈസ് ലീഗൽ ഹിസ്റ്ററി, എന്തു വാങ്ങിക്കോട്ടെ. ഡിസ്ക്വാളിഫൈഡ് ആയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പ്രതിസന്ധി കടന്നു, അതുകൊണ്ട് ഇനി താൻ പോകുമെന്ന് പറയുന്ന മര്യാദയാണ്. അതിലൊരു അധാർമികതയില്ലേ. സോ യു ഹാവ് ടു കീപ് ഹിം ടുഗദർ. ഇത് ഇതൊരു അജിത് പവാർ എന്ന് പറയുന്ന ഒരു പാമ്പാണ്. ബട്ട് ആ പാമ്പിനെ ഇടയ്ക്ക് നമുക്കൊന്ന് ഉപയോഗിക്കേണ്ടി വന്നു. ഉപയോഗിച്ചിട്ട് പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് തിരിഞ്ഞു കൊത്തുകയോ എന്താവും അതിൻ്റെ ഫലമൊന്നും അറിയില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ മഹായുതിയിൽ നിന്ന് ശരത് പവാർ അജിത് പവാർ പുറത്തു പോകാനും മതി, പുറത്താക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് വെറുപ്പാണ് ഈ മനുഷ്യനോട് അകത്ത്, പ്രവർത്തകർക്കായാലും ജനങ്ങൾക്കായാലും നേതാക്കൾക്കായാലും. പക്ഷേ ഈ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ദുരിതം എന്നൊക്കെ പറയുമല്ലോ, നെസസറി ഈവിൾ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. ഈവിളാണ് സാധനം, പക്ഷേ അത് നെസസറിയാണ്, അതുകൊണ്ടത് കൂടെ നിർത്തിയെന്നേ ഉള്ളൂ. ഇപ്പോൾ അതൊഴിച്ചാൽ മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇറ്റ് വിൽ ബി സ്മൂത്ത് സെയിൽ ഫോർ ബി ജെ പി. കാരണം ഇവിടെ ഈ ഡിവിസീവ് മുദ്രാവാക്യങ്ങളെല്ലാം അപ്രസക്തമായിരിക്കുന്നു.